ഡ്രൈവിംഗ് ടെസ്റ്റ് വിഷയത്തിൽ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി നാളെ 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ഇതിൻ്റെ വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സൂര്യഗായത്രി, ഈ ഡ്രൈവിംഗ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഡ്രൈവിംഗ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സമരം പുരോഗമിക്കുന്നത്. സമരക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത പ്രഖ്യാപനങ്ങളുമായാണ് സമരത്തിലുള്ളത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷ, 4/24 എന്ന സർക്കുലർ പിൻവലിക്കണം, അത് നിയമവിരുദ്ധമാണെന്ന് തന്നെയാണ് നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞിരുന്നത്. വലിയ രീതിയിൽ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് പ്രതിഷേധം നടത്തുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ഇതുവരെ കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇത്തരത്തിൽ സമരങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആരംഭിക്കുന്നത്. ആ സമരം വലിയ രീതിയിൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സമരം കടന്നിരുന്നു. ഈ സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സംഘടനകളെയൊക്കെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് മന്ത്രിയുടെ ചേംബറിലായിരിക്കും ചർച്ച. 3 മണിക്കാണ് ചർച്ചയ്ക്കായിട്ട് വിളിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ 23-ാം തീയതി CITUവിനെ മാത്രം ഗതാഗത വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തിയത് INTUC, AITC, BMS, മറ്റ് സ്വതന്ത്ര സംഘടനകളൊക്കെയാണ്. CITU ഈ പ്രത്യക്ഷ സമരത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. പക്ഷേ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഈ സർക്കുലർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തീരുമാനം തന്നെയാണ് CITU എടുത്തിട്ടുള്ളത്. ഇന്നലെ ധർണ നടക്കുന്ന സമയത്ത് മറ്റ് സംഘടനകളൊക്കെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 23-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് CITUവിനെ മാത്രമാണ്. പക്ഷേ CITUവിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അത് എല്ലാ സംഘടനകളെയും പ്രതിനിധീകരിക്കുന്ന ആളിനെ തന്നെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്. അത്തരത്തിൽ മന്ത്രി ഒരു ചർച്ച എത്രയും പെട്ടെന്ന് നടത്തണമെന്നൊരു ആവശ്യമാണ് സമരക്കാർ ഉന്നയിച്ചിരുന്നത്. അതേ തുടർന്ന് ഇന്നും ഇപ്പോൾ വ്യാപകമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നാളെ ഈ ചർച്ചയ്ക്കായിട്ട് എല്ലാ സംഘടനകളെയും ക്ഷണിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി. ഈ ചർച്ചയിൽ ഒരുപക്ഷെ ഇളവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഈ സർക്കുലർ ഇറക്കിയതിന് ശേഷം പലതരത്തിലുള്ള ഇളവുകൾ ഗതാഗത വകുപ്പ് മന്ത്രി പിന്നീട് സർക്കുലറിൽ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 15 വർഷത്തോളം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റുന്നതിന് 6 മാസത്തോളം കാലാവധി നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ ക്യാമറ സ്ഥാപിക്കുന്നതിനും മറ്റ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഗ്രൗണ്ട് ഒരുക്കുന്നതിനും ഒക്കെ തന്നെ കാലാവധി നീട്ടി നൽകിയിരുന്നു. പക്ഷേ ഈ കാലാവധിയൊന്നും തങ്ങൾക്ക് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഈ സംഘടനകളൊക്കെ തന്നെ രംഗത്ത് ഇറങ്ങിയതും. ഈ സ്വന്തമായിട്ട് സൂര്യഗായത്രി, ഈ നാളെ 3 മണിക്കാണ് മന്ത്രിയുടെ ചേംബറിൽ ഇത്തരത്തിലൊരു ചർച്ച വിളിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സമരം നിർത്തുമോ, അതോ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമായാൽ മാത്രമേ സമരം പിൻവലിക്കൂ? കാരണം ഇന്നും ലൈസൻസ് എടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, അവർക്കൊന്നും ലൈസൻസ് എടുക്കാനായില്ല. അജിംഷ, നാളെ മന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ഇപ്പോൾ ചർച്ചയിൽ എല്ലാ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. ആ ചർച്ചയിൽ എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും പിന്നീട് ഈ സമരം തുടരണമോ, എന്താണ് ഈ ഒരു സമരത്തിന്റെ അവസ്ഥ എന്നൊക്കെ തന്നെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ സർക്കുലറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാ സംഘടനകളും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ എന്തെങ്കിലും ഇളവുകൾ വന്നാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് ഒരു അയവ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനകളെയൊക്കെ തന്നെ തീരുമാനം. എന്തായാലും നാളെ 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച വിളിച്ചു ചേർത്തിട്ടുള്ളത്. ചർച്ചയിൽ എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അജിംഷ. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.